ഒരു വളരെ മിനിമലായിട്ട് നമുക്ക് ഒരു നോ മേക്കപ്പ് ലുക്കാണ്. ഓക്കെ, നമുക്ക് ഓഫീസിലേക്കോ കോളേജിലേക്കൊക്കെ പോകുമ്പോൾ യൂസ് ആക്കാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണ്. ഓക്കെ, സോ ഐ എം സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ദ മോയ്സ്ചറൈസർ. ഇവിടെ ഞാൻ പോൺസിൻ്റെ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിന്നിന് മോർ ടുവേർഡ്സ് ഓയിലി, സോ എനിക്കെപ്പോഴും ജെൽ ടൈപ്പാണ് ഇഷ്ടം. ഫേസിലെപ്പോഴും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്, ബട്ട് സ്റ്റിൽ നന്നായിട്ട് നമ്മൾ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആക്കും. ഓക്കെ, സോ ഇത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കണ്ണിൻ്റെ അടിയിലും അറൗണ്ട് ദ ലിപ്സ് എല്ലാം നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. വളരെ മിനിമലായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, പകരം കൺസീലർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ അണ്ടർ ഐയിലുള്ള ഡാർക്ക് സർക്കിൾസും അതേപോലെ തന്നെ അറൗണ്ട് ദ ലിപ്സിലെ പിഗ്മെൻറ്റേഷനും ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഹിയർ ഐ എം യൂസിങ് ദ ടു ഫേസ്ഡ് കൺസീലർ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഐ തിങ്ക് ഗോൾഡൻ ബേജ് ആണ്. സോ ഞാൻ ക്ലിയർലിയുള്ള ഫോട്ടോ ഒരു സൈഡിൽ കൊടുക്കാം. ഓക്കെ, സോ ഞാൻ വളരെ ലിറ്റിൽ എമൗണ്ട് ആണ് എടുക്കുന്നത്. ഒരു ചെറിയ ഫ്ലഫി ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ പ്രൊഡക്റ്റ് എടുക്കുന്നത്. ആ സെയിം ബ്രഷ് കൊണ്ടിട്ട് തന്നെയാണ് കണ്ണിൻ്റെ താഴെയും അറൗണ്ട് ദ ലിപ്സും ബ്ലെൻഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള പ്രൊഡക്ട്സ് ജസ്റ്റ് ഒരു എക്സ്ട്രാ പ്രൊഡക്ട്സ് തോന്നുന്നത് മാത്രം അറൗണ്ട് ആ ഏരിയാസിലൊക്കെ ജസ്റ്റ് ഒന്ന് ആക്കുന്നുണ്ട്. ഓക്കെ, അല്ലാതെ വേറൊരു സ്പോട്ട് കറക്ഷനും കാര്യങ്ങളും ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. കൺസീലർ ഇട്ട ഭാഗത്ത് മാത്രം ഞാൻ ജസ്റ്റ് ഹുദ ബ്യൂട്ടിയുടെ സെറ്റിംഗ് പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ കെ ബ്യൂട്ടിയുടെ ലിക്വിഡ് ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാം ആക്കിയിട്ട് ഡയറക്റ്റ്ലി ചീക്കിക്ക് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഞാനിപ്പം ചിന്നിലും ചീക്സിലും അതേപോലെ നോസ് ടിപ്പിലും പിന്നെ ജസ്റ്റ് നമ്മൾ ഫോർഹെഡിലും ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശേഷം നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തു. സെയിം ബ്ലഷ് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്സിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിന് ശേഷം സ്വിസ് ബ്യൂട്ടിയുടെ പ്ലെയിൻ ഗ്ലോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ ഡയറക്റ്റ്ലി ഒരിക്കലും നമ്മൾ പ്ലെയിൻ ഗ്ലോസ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലിപ്സിത്തെ പ്രൊഡക്ട്സ് ഒക്കെ ആദ്യമെല്ലാം വീണ്ടും നമ്മൾ ഗ്ലോസിക്ക് ഇടുമ്പം ഗ്ലോസ് വേറെ റൂയിനായി പോകും. ഞാൻ ഐലൈനറാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഔട്ടർ കോർണറിൽ മാത്രം ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തിട്ട് വിങ് ഇടാനാണ് എനിക്കിഷ്ടം. കാരണം എൻ്റെ ഐസ് ഒന്നും കൂടി ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ ഇന്നർ കോർണർ വല്ലാണ്ട് ഡാർക്ക് ചെയ്യാറില്ല. സോ ഞാൻ ചെയ്യാറ് അങ്ങനെയാണ്. ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മസ്കാര ഇടുന്നുണ്ട്. ജസ്റ്റ് ഒരു 1 or 2 കോട്ട്സ്, ദാറ്റ്സ് ഇറ്റ്. ഞാൻ യൂസ് ചെയ്തത് മേബിലിൻ്റെ സ്കൈ ഹൈ മസ്കാരയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇന്നത്തെ നമ്മൾ മേക്കപ്പ് ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്തതൊരു മിനിമൽ എവ്രിഡേ ലുക്കാണ്. I hope you guys enjoyed it, and please do subscribe to my channel for more tutorials and videos.